സോ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷൻ. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ഡൈപോള് കൺസിഡർ ചെയ്യാണ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഒരു ഡൈപോൾ വരയ്ക്കാനായിട്ട് നമ്മൾ രണ്ട് ടൈനി മെറ്റൽ സ്പിയേഴ്സിനെ കൺസിഡർ ചെയ്യണം. വൺ ഹാവ് പോസിറ്റീവ് ചാർജ് ആൻഡ് അതർ ഹാവ് നെഗറ്റീവ് ചാർജ്. ഈ ടു സ്പിയേഴ്സിനെ ഞാനൊരു കണ്ടക്റ്റിംഗ് വയർ വെച്ചിട്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഡിയിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പർ സ്പിയറിൽ അറ്റ് എ ടൈം ടിയിൽ ഉണ്ടാകുന്ന ചാർജിന് പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു പ്ലസ് ക്യൂ ഓഫ് ടി, അതായത് അറ്റ് എ ടൈം ടിയിൽ ഉണ്ടാകുന്ന ചാർജ് ഇപ്പോൾ ക്യൂ ഓഫ് ടി ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ക്യൂ സീറോ കോസ് ഒമേഗ ടി എന്ന് നമുക്ക് എഴുതാം. പോസിറ്റീവ് ക്യൂ ഇസ് ഈക്വൽ ടു പ്ലസ് ക്യൂ ഓഫ് ടി ഇസ് ഈക്വൽ ടു പ്ലസ് ക്യൂ സീറോ കോസ് ഒമേഗ ടി. കാരണം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജ് അല്ല. കാരണം സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജിന് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളൊരു സൈനൂസോയിഡൽ ആയിട്ടുള്ള ചാർജാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ സൈനൂസോയിഡൽ ആയിട്ടുള്ള ചാർജിനെ നമുക്ക് സൈനിന്റെ ടേംസിലോ കോസിന്റെ ടേംസിലോ എഴുതാം. അതുകൊണ്ടാണ് നമ്മളിവിടെ ചാർജിനെ ക്യൂ സീറോ കോസ് ഒമേഗ ടി എന്ന് എഴുതിയേക്കുന്നത്. സിമിലർലി നമുക്ക് മൈനസ് ക്യൂ ചാർജിന് എന്ത് എഴുതാം? മൈനസ് ക്യൂ ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ സീറോ കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഈ രണ്ട് ചാർജസും സൈമിൾട്ടേനിയസ്ലി ഈ മെറ്റാലിക് സ്പിയറിൽ പ്രസന്റ് ആണ്. സോ ഈ ഓസിലേറ്റിംഗ് ഡൈപോളിനെയാണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻ കാരണം ഒരു പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന പവർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫോർ ദാറ്റ് നമ്മൾ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യാണ്. പിയിൽ നിന്ന് പോസിറ്റീവ് ക്യൂയിലോട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ആർ പ്ലസ് എന്നും പിയിൽ നിന്ന് മൈനസ് ക്യൂയിലോട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ആർ മൈനസ് എന്നും എഴുതാം. ഇനി ഡൈപോളിന്റെ മിഡ് പോയിന്റ്, അതായത് ഡിയുടെ മിഡ് പോയിന്റിൽ നിന്ന് ടിയിലോട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ആറായിട്ട് എടുത്തു. ആൻഡ് ഈ മിഡ് പോയിന്റും ആറും തമ്മിലുണ്ടാകുന്ന ആംഗിളിനെ നമ്മൾ തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി പോയിന്റ് പിയിലുള്ള പവർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡൈപോൾ മൂവ്മെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത് എലോങ് സെഡ് ആക്സിസ്. ഇവിടെ നമ്മൾ ഡൈപോൾ ഇരിക്കുന്ന സെഡ് ആക്സിലാണ്. സോ നമ്മൾ സെഡ് ആക്സിസിന്റെ ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഡൈപോൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. നമുക്ക് അതിനെ ഇൻ ടേംസ് ഓഫ് പി ഓഫ് ടിയിൽ എങ്ങനെ എഴുതാം? പി ഓഫ് ടി ഈസ് ഈക്വൽ ടു പി സീറോ കോസ് ഒമേഗ ടി. നമ്മൾ കൺസിഡർ ചെയ്യുന്നതല്ലോ സെഡ് ഡയറക്ഷൻ ആണ്. സോ ഇസഡ് ക്യാപ്, അതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇവിടെ നമുക്കൊരു പി സീറോ ഉണ്ട്. ഇൻ ടേംസ് ഓഫ് ഡൈപോൾ മൊമെന്റ് നമുക്ക് പി സീറോനെ എങ്ങനെ തന്നെ എഴുതാം? വൺ ഓഫ് ദ ചാർജ് ക്യൂ സീറോ ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഡി. പി സീറോ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ സീറോ ഡി എന്ന് നമുക്ക് എഴുതാം. ഇനി ഈ പി സീറോ ഇസ് ഈക്വൽ ടു ക്യൂ സീറോ ഡി എന്ന് പറയുന്നതാണ് മാക്സിമം വാല്യൂ ഓഫ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് റിട്ടാർഡ് പൊട്ടൻഷ്യൽ എന്താണ്? ഈ റിട്ടാർഡ് പൊട്ടൻഷ്യലിനെ നമുക്ക് രണ്ട് ടേംസിൽ എഴുതാം. സ്കെയിലാർ പൊട്ടൻഷ്യലും വെക്ടർ പൊട്ടൻഷ്യലും. ഈ സ്കെയിലാർ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ വി ഓഫ് ആർ ടി എന്ന് എഴുതിയിരിക്കുന്നത്. ആൻഡ് വെക്ടർ പൊട്ടൻഷ്യലിനെ നമ്മൾ എ ഓഫ് ആർ ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ വി ഓഫ് ആർ ടിനെ നമ്മൾ 1/4πε0 ക്യൂ ബൈ ആർ എന്ന ടേംസിലാണ് ഇത്. ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ. ആ ടേംസിലാണ് നമ്മൾ ഈ വി ഓഫ് ആർ ടിനെ എഴുതുന്നത്. Therefore, V of RT is equal to 1/4πε0 ക്യൂ ബൈ ആർ. അപ്പോൾ നമുക്ക് ക്യൂ ഇവിടെ എന്തുണ്ട്? പോസിറ്റീവ് ക്യൂ ഉണ്ട്, നെഗറ്റീവ് ക്യൂ ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പോസിറ്റീവ് ക്യൂ ആണ് എടുക്കുന്നത്. ക്യൂ എന്താണ്? ക്യൂ സീറോ കോസ് ഒമേഗ ടി ആണ്. സോ പോസിറ്റീവ് ക്യൂവിന്റെ എഴുതാണ് പോസിറ്റീവ് ക്യൂ സീറോ കോസ് ഒമേഗ. ഇവിടെ നമ്മൾ ടിക്ക് പകരം ടി മൈനസ് ആർ പ്ലസ് ബൈ സി എന്നാണ് കൊടുത്തേക്കുന്നത്. നമ്മളിവിടെ നോർമൽ ടൈമിന് പകരം റിട്ടാർഡ് ടൈം ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടി മൈനസ് ആർ
പ്ലസ് ബൈ സി എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ക്യൂ ബൈ ആർ, പോസിറ്റീവ് പ്ലസ് ക്യൂവും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ, ആർ പ്ലസ് ആണ്. സോ ഡിവൈഡഡ് ബൈ ആർ പ്ലസ്. ഇനി നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് എന്താ, നമുക്ക് അടുത്തത് മൈനസ് ക്യൂ ചാർജ് ഉണ്ട്. സോ ഇൻ ടേംസ് ഓഫ് മൈനസ് ക്യൂ നമുക്ക് എന്താ, മൈനസ് ക്യൂ സീറോ കോസ് ഒമേഗ റിട്ടാർഡഡ് ടൈം ഇൻ ടേംസ് ഓഫ് റിട്ടാർഡഡ് ടൈം Q0 omega T minus R minus by C divided by നെഗറ്റീവ് ചാർജ് ആണ്. സോ R മൈനസ് എന്ന് കൊടുക്കുക. ഈ ഇക്വേഷനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ലോ ഓഫ് കൊസൈൻസ് വെച്ചിട്ട് നമുക്ക് ഈ ആർ പ്ലസിനും ആർ മൈനസിനും ഒരു ഇക്വേഷൻ കൊണ്ടുവരാം. ബൈ യൂസിങ് ലോ ഓഫ് കൊസൈൻസ് ആർ പ്ലസ് നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് root of r square minus rd cos theta plus d by 2 the whole square. ഇനി r മൈനസ് എങ്ങനെ എഴുതാം, r മൈനസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് ആർ ഡി കോസ് തീറ്റ പ്ലസ് ഡി ബൈ ടു ദി ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കിയാൽ ആർ പ്ലസിന്റെ ഇക്വേഷനിൽ ആർ ഡി കോസ് തീറ്റയുടെ ഫ്രണ്ടിൽ നമുക്ക് മൈനസും ആർ മൈനസിന്റെ ഇക്വേഷനിൽ ആർ ഡി കോസ് തീറ്റയുടെ ഫ്രണ്ടിൽ പ്ലസ്സും ആണ് നമുക്ക് കിടക്കുന്നത്. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കോമൺ ആയിട്ട് എഴുതുവാണെങ്കിൽ ആർ പ്ലസ് ഓർ മൈനസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ. നമ്മൾ ആദ്യം ആർ പ്ലസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആർ ഡി കോസ് തീറ്റയുടെ ഫ്രണ്ടിൽ എന്താണ്, മൈനസ് ആണ്. ദെൻ മൈനസ്, അത് കഴിഞ്ഞിട്ട് വരുന്ന ഇക്വേഷൻ ആർ മൈനസ് ആണ്. അവിടെ വരുന്നത് എന്താണ്, പ്ലസ് സൈൻ ആണ്. ദെൻ പ്ലസ്, ഇപ്പോൾ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഓർ പ്ലസ് ആർ ഡി കോസ് തീറ്റ പ്ലസ് ഡി ബൈ ടു ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഈ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 3 അപ്രോക്സിമേഷൻസ് ആണ്. അതിൽ ആദ്യത്തെ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഡി ഈസ് വെരി മച്ച് ലെസ് ദാൻ ആർ. അതായത് ഡി എന്ന് പറയുന്ന വാല്യൂ ആറിനേക്കാളും വളരെ ചെറുതാണെങ്കിൽ ഈ ആർ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞ ഇക്വേഷന്, അതായത് ഈ തേർഡ് ഇക്വേഷന് എന്ത് മാറ്റമായിരിക്കും വരുന്നതെന്നാണ്. ഇപ്പൊ ഡി എന്ന് പറഞ്ഞാൽ എന്താ, ഈ പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ആർ എന്താ, ഈ മിഡ് പോയിന്റ്, ഡിയുടെ മിഡ് പോയിന്റിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. സോ ഡി ആറിനേക്കാളും ചെറുതാണെങ്കിൽ എന്ത് സംഭവിക്കും, അപ്പോൾ ഡി ആറിനേക്കാളും ചെറുതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡി ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്തായിരിക്കും, അതിലും ചെറുതായിരിക്കും. അപ്പൊ ഈ ആറിന്റെ ആർ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഡി ബൈ ടു ദ ഹോൾ സ്ക്വയർ വന്നിരിക്കുന്ന ടേമിനെ നമുക്കങ്ങനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. സോ ഇക്വേഷൻ എന്ത് വരും, ആർ പ്ലസ് ഓർ മൈനസ്, സോ ആർ പ്ലസ് ഓർ മൈനസ് ഇക്വേഷൻ എന്ത് വരും, ആർ പ്ലസ് ഓർ മൈനസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഓർ പ്ലസ്, ഒരു ചെറിയ മിസ്റ്റേക്ക് എന്നാണ്, ഇക്വേഷൻ മൈനസ് ഓർ പ്ലസ് ആർ ഡി കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി ഇത് നമുക്ക് ആർ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ റൂട്ടിൽ നിന്ന് ആർ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്ത് വരും, ആർ എന്ന് കിട്ടും. അപ്പൊ ആർ പ്ലസ് ഓർ മൈനസ് ആർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ഓർ പ്ലസ് ഡി ബൈ ആർ കോസ് തീറ്റ എന്ന് കിട്ടും. ഈ റൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് ഓർ പ്ലസ് ഡി ബൈ ആർ കോസ് തീറ്റ ഓൾ റൈസ് ടു 1/2 എന്ന് നമുക്ക് എഴുതാം. ഇനി ഈ ഇക്വേഷനെ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് മാറ്റി എഴുതാൻ പോവുകയാണ്. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു എന്നിനെ നമുക്ക് 1 പ്ലസ് എൻ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. സോ എന്നിന്റെ സ്ഥാനത്ത് ഹാഫ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 1 പ്ലസ് 1/2 ഇൻറ്റു എക്സ് എന്ന് എഴുതാം. നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ഇരിക്കുന്നത്, ആർ ഇൻറ്റു 1 മൈനസ് ഓർ പ്ലസ് ഡി ബൈ ആർ കോസ് തീറ്റ ഹോൾ റൈസ് ടു 1/2 എന്നാണ്. സോ യൂസിങ് ബൈനോമിയൽ എക്സ്പാൻഷൻ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം, ആർ പ്ലസ് ഓർ മൈനസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് ഓർ പ്ലസ് എൻ ഇൻറ്റു എക്സ് അല്ലേ, ഇപ്പൊ എൻ എന്തെന്നാ 1/2, അപ്പോൾ 1/2 ഇൻറ്റു ഡി ബൈ ആർ കോസ് തീറ്റ എന്നെഴുതാം. ഇനി ഈ ഇക്വേഷന്റെ ഇൻവേഴ്സ് എടുക്കുകയാണ്. ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ആർ പ്ലസ് ഓർ മൈനസിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/r പ്ലസ് ഓർ മൈനസ് ഈക്വൽ ടു
ആറിന്റെ ഇൻവേഴ്സ് എന്താ 1/r ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ള ടേംസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻവേഴ്സ് എടുക്കുമ്പോൾ 1 മൈനസ് ഓർ പ്ലസ് 1/2 d/r cos തീറ്റ ഓൾ റൈസ് ടു -1 എന്ന് എഴുതാമല്ലോ. ദെൻ എഗെയിൻ ഇത് എന്തിന്റെ ഫോർമുല കിടക്കുന്നത്? ഈ 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു എന്നിന്റെ ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് ഓർ മൈനസ് ഈക്വൽ ടു 1/r ഇൻറ്റു ഇത് ബൈനോമിയൽ എക്സ്പാൻഷന്റെ ഫോമിൽ കിടക്കുന്നതാണ്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1 ഇവിടെ നമുക്ക് സൈൻ മാറിയേക്കുന്നതാണ്. ഇവിടെ മൈനസ് ഓർ പ്ലസ്, പ്ലസ് ഓർ മൈനസ് ആയത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് n എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ n ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ -1 ഇൻറ്റു ഹാഫ് d/r cos തീറ്റ എന്നാണ്. അപ്പോൾ ഇവിടെ മൈനസ് അകത്തേക്ക് വരുമ്പോഴത്തേക്കും സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. ദെൻ നമുക്കത് പ്ലസ് ഓർ മൈനസ് എന്നാവും. നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് 1/r ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് 1/2 ഇൻറ്റു d/r cos തീറ്റ എന്ന് കിട്ടും. ഇതിന് നമുക്ക് ഇക്വേഷൻ 4 എന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ കിട്ടിയേക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1/r പ്ലസിന്റെയും 1/r മൈനസിന്റെയും കമ്പൈൻഡ് ഇക്വേഷൻ ആണ്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? 1/r പ്ലസിനെ 1/r 1 പ്ലസ് 1/2 ഇൻറ്റു d/r cos തീറ്റ ആൻഡ് 1/r മൈനസിനെ എങ്ങനെ എഴുതാം? 1/r ഇൻറ്റു 1 മൈനസ് 1/2 d/r cos തീറ്റ എന്ന് എഴുതാം. അപ്പൊ നമുക്കിവിടെ ആറിന്റെ r പ്ലസ് ഓർ മൈനസിന്റെ വാല്യൂ കിട്ടി. അതുപോലെ തന്നെ 1/r പ്ലസ് ഓർ മൈനസിന്റെ വാല്യൂ കിട്ടി. നമുക്ക് ഇത് രണ്ടും എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വി ഓഫ് ആർ ടിയിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വി ഓഫ് ആർ ടി എന്ന് പറയുന്നത് എന്താ? 1/4π0 Q0 ഒമേഗ ടി മൈനസ് ആർ പ്ലസ് ബൈ സി ഹോൾ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് മൈനസ് Q0 കോസ് ഒമേഗ ടി മൈനസ് ആർ മൈനസ് ബൈ സി ഹോൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എന്നാണ്. ഇനി നമ്മൾ ഈ മൊത്തം ഇക്വേഷന് കൺസിഡർ ചെയ്യാതെ ഈ പോസിറ്റീവ് ചാർജിലുള്ള കോസ് ടേമിനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്യാണ്. എന്നിട്ട് അതിനെ മാത്രം ഞാൻ സോൾവ് ചെയ്തെടുക്കുകയാണ്. സോ പോസിറ്റീവ് ചാർജിലുള്ള കോസിന്റെ ടേംസിനെയാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. കോസ് ഒമേഗ ടി മൈനസ് ആർ പ്ലസ് ഡിവൈഡഡ് ബൈ സി ഈക്വൽ ടു നമുക്ക് ആർ പ്ലസിന്റെ ഇക്വേഷൻ എന്താണെന്ന് എഴുതാം? ഇവിടെ ആർ പ്ലസ് ഓർ മൈനസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് ഓർ പ്ലസ് ഹാഫ് ഇൻറ്റു d/r കോസ് തീറ്റ എന്നാണ്. അപ്പൊ ആർ പ്ലസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ആർ ഇൻറ്റു 1 മൈനസ് 1/2 d/r കോസ് തീറ്റ. നമുക്ക് അതുകൊണ്ട് ഈ ആർ പ്ലസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ എന്ത് വരും? കോസ് ഇൻറ്റു ഒമേഗ ടി മൈനസ് ആർ ഇൻറ്റു 1 മൈനസ് d/2r കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സി എന്ന് എഴുതാം. ഇതിലെ ആർ ബൈ സിനെ നമുക്ക് ഒരൊറ്റ ടേം ആക്കി എഴുതാം. ദെൻ ഇക്വേഷൻ എങ്ങനെ വരും? കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് ആർ ബൈ സി ഇൻറ്റു 1 മൈനസ് d/2r കോസ് തീറ്റ എന്നെഴുതാം. ഇനി നമുക്ക് ഈ മൈനസ് സിനെ അകത്തോട്ട് ചെയ്യാം. ഈ മൈനസ് ആർ ബൈ സിനെ നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എന്ത് എഴുതാം? കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് ആർ ബൈ സി ഇൻറ്റു 1 മൈനസ് ആർ ബൈ സി ദെൻ മൈനസ് ആർ ബൈ സി ഇൻറ്റു മൈനസ് d/2r കോസ് തീറ്റ എന്ത് വരും? പ്ലസ് ആർ ബൈ സി d/2r കോസ് തീറ്റ എന്ന് കിട്ടും. ദെൻ നമുക്കിവിടെ ഒരു ഒമേഗ ഉണ്ട്. ഈ ഒമേഗനെ നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് ആർ ബൈ സി നമുക്ക് ഒറ്റ ടേം ആയിട്ട് എടുക്കാം. അപ്പോൾ ഒമേഗ ഇൻറ്റു ടി മൈനസ് ആർ ബൈ സി പ്ലസ് ഒമേഗ ഇൻറ്റു d/2c കോസ് തീറ്റ. അപ്പം നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി പ്ലസ് ഒമേഗ d/2c കോസ് തീറ്റ എന്ന് നമുക്ക് കിട്ടും. ഈ ഇക്വേഷൻ ഇപ്പൊ എന്തിന്റെ ഫോർമുല ആയിരിക്കുന്നത്? കോസ് എ പ്ലസ് ബിയുടെ ഫോർമുല ആയിരിക്കുന്നത്. ഇവിടെ എ എന്താ? ഒമേഗ ടി മൈനസ് ആർ ബൈ സി ആൻഡ് ബി എന്താ? ഒമേഗ d/2c കോസ് തീറ്റ.
നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ഫോമിൽ എഴുതാമല്ലോ. അപ്പോൾ കോസ് എ പ്ലസ് ബി, അതായത് കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി പ്ലസ് ഒമേഗ ഡി ബൈ ടു സി കോസ് തീറ്റ നമുക്ക് എഴുതാം കോസ് എ കോസ് ബി, അതായത് കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി കോസ് ഒമേഗ ഡി ബൈ ടു സി കോസ് തീറ്റ മൈനസ് സൈൻ എ സൈൻ ബി സൈൻ ഒമേഗ ടി മൈനസ് ആർ ബൈ സി സൈൻ ഒമേഗ ഡി ബൈ ടു സി കോസ് തീറ്റ. അപ്പൊ നമ്മൾ ഈ സോൾവ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്തിന്റെയാണ്? കോസ് ഒമേഗ ടി മൈനസ് ആർ പ്ലസ് ബൈ സി, അതായത് പോസിറ്റീവ് ചാർജിലുള്ള കോസിന്റെ ടേമിനെയാണ് നമ്മൾ ഈ സോൾവ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് ചാർജിന്റെ ടേമിലും എന്തുണ്ട്? ഒരു കോസിന്റെ ടേം ഉണ്ട്. അതെന്താ? കോസ് ഒമേഗ ടി മൈനസ് ആർ മൈനസ് സി ആണ്. ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാർജിൽ ആർ പ്ലസ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജിൽ വരുമ്പോഴത്തേക്കും ആർ മൈനസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് നെഗറ്റീവ് ചാർജിൽ എഴുതണമെങ്കിൽ എന്ത് വരും? ഇവിടെ 1 മൈനസ് ഡി ബൈ ടു ആർ എന്നുള്ളത് 1 പ്ലസ് ഡി ബൈ ടു ആർ കോസ് തീറ്റ എന്ന് വരും. എന്തിന്റെ ടേംസിൽ? ഈ മൈനസ് ചാർജിന്റെ കോസിന്റെ ടേമിന് എടുക്കണമെങ്കിൽ അവിടെ നമുക്ക് ആർ മൈനസ് എന്ന് പറയുന്നത് എന്താണ്? ആർ ഇൻറ്റു 1 പ്ലസ് ഡി ബൈ ടു ആർ കോസ് തീറ്റയാണ്. സോ ദെൻ ഇവിടെ പ്ലസ് ആകും. ഇനി നമ്മൾ മൈനസ് ആർ ബൈ സി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പ്ലസിന് പകരം ഇൻ ടേംസ് ഓഫ് മൈനസ് ചാർജിൽ നമുക്കിവിടെ മൈനസ് ആയിരിക്കും കിട്ടുന്നത്. ദെൻ കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി, ഇവിടെ എന്ത് വരും? മൈനസ് ഡി ബൈ ടു സി കോസ് തീറ്റ എന്ന് കിട്ടും. സോ ഒമേഗേനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി, ഇവിടെ എന്ത് വരും? മൈനസ് ഒമേഗ ഡി ബൈ ടു സി കോസ് തീറ്റ എന്ന് കിട്ടും. ആ ഇക്വേഷൻ എന്തിന്റെ ഫോമിലായിരിക്കും ഇരിക്കുന്നത്? കോസ് എ മൈനസ് ബിയുടെ ഫോമിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് ഉള്ള ടേമിൽ സോൾവ് ചെയ്യാം. ദെൻ ഈ നെഗറ്റീവ് ചാർജിലുള്ള കോസിന്റെ ടേമിന്റെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് എന്ത് വരും? കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി കോസ് ഒമേഗ ഡി ബൈ ടു സി കോസ് തീറ്റ, ഇവിടെ മൈനസിന് പകരം പ്ലസ് എന്ന് വരും. സൈൻ ഒമേഗ ടി മൈനസ് ആർ ബൈ സി സൈൻ ഒമേഗ ഡി ബൈ ടു സി കോസ് തീറ്റ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് പോസിറ്റീവ് ചാർജിന്റെ ടേംസിലുള്ള കോസ് ടേമിനെയും കിട്ടി, നെഗറ്റീവ് ചാർജിലുള്ള കോസ് ടേമിനെയും കിട്ടി. ഇനി നമുക്ക് കോമൺ ആയിട്ട് എഴുതാമല്ലോ, രണ്ടും കമ്പൈൻ ചെയ്ത്. രണ്ടും കമ്പൈൻ ചെയ്ത് കോമൺ ആയിട്ട് എഴുതിയാൽ എന്ത് കിട്ടും? കോസ് ഒമേഗ ടി മൈനസ് ആർ പ്ലസ് ഓർ മൈനസ് സി ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ പ്ലസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ കോസ് ഒമേഗ ടി മൈനസ് ആർ പ്ലസ് ബൈ സിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആയിരിക്കും. അപ്പൊ ഇവിടെ കോസ് എ കോസ് ബി മൈനസ് ഫസ്റ്റ് മൈനസ് സൈൻ എ സൈൻ ബി. ഇനി ആർ മൈനസ്, ഇവിടെ ആർ പ്ലസ് ഓർ മൈനസ് ആണ്. നെക്സ്റ്റ് ആർ മൈനസിനെ കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അപ്പൊ രണ്ടും കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി കോസ് ഒമേഗ ഡി ബൈ ടു സി കോസ് തീറ്റ മൈനസ് ഓർ പ്ലസ് സൈൻ ഒമേഗ ടി മൈനസ് ആർ ബൈ സി സൈൻ ഒമേഗ ഡി ബൈ ടു സി കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് അപ്രോക്സിമേഷൻ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് അപ്രോക്സിമേഷൻ എന്താ പറയുന്നത്? ഡി എന്ന് പറയുന്ന വാല്യൂ സി ബൈ ഒമേഗേനേക്കാളും വളരെ ചെറുതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈ സി ബൈ ഒമേഗേനെ ഡിയുടെ സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഡി ഒമേഗ ബൈ സി എന്ന് പറയുന്നത് 1നേക്കാളും വളരെ ചെറുതായിരിക്കും എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ഈ ലാസ്റ്റ് ഇക്വേഷൻ നമ്പർ 5 ഡി ഒമേഗ ബൈ സി വരുന്ന ടേം ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ കോസിന്റെ ടേമിൽ നമുക്ക് എന്തുണ്ട്? ഒരു
ഡി ഒമേഗ ബൈ സി വരുന്ന ടേമും ഉണ്ട്. സൈനിന്റെ ടേമിലും ഒരു ഡി ഒമേഗ ബൈ സി വരുന്ന ഒരു ടേമും ഉണ്ട്. ഇൻ ടേംസ് ഓഫ് കോസില് കോസ് ഒമേഗ ഡി ബൈ 2c കോസ് തീറ്റ. ഇതിനകത്ത് ഡി ഒമേഗ ബൈ സി നമ്മൾ എന്താന്ന് പറഞ്ഞു, 1നേക്കാളും വളരെ ചെറുതാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് ഡി ഒമേഗ ബൈ സിനെ 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഇവിടെ എന്ത് വരും, കോസ് 0 എന്ന് വരും. കോസ് 0 ഈസ് ഈക്വൽ ടു എന്താ, 1 എന്ന് കിട്ടും. നൗ ഇനി സൈനിന്റെ ടേമിനെ കൺസിഡർ ചെയ്യാം. സൈൻ ഒമേഗ ഡി ബൈ 2c കോസ് തീറ്റ. സൈൻ തീറ്റ വളരെ വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് സൈൻ തീറ്റേനെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ആയിട്ട് എടുക്കാം. അപ്പൊ ഈ സൈൻ തീറ്റയ്ക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്, ഒമേഗ ഡി ബൈ 2c കോസ് തീറ്റ. സൈൻ ഒമേഗ ഡി ബൈ 2c കോസ് തീറ്റ എന്ന് കിട്ടും, ഒമേഗ ഡി ബൈ 2c കോസ് തീറ്റ എന്ന് കിട്ടും. ഇത് രണ്ടും നമുക്ക് ഈ ഇക്വേഷൻ 5 മെയിൻ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ത് കിട്ടും, കോസ് ഒമേഗ ടി മൈനസ് ആർ പ്ലസ് ഓർ മൈനസ് ബൈ സി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ, ഈ ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി. ഇവിടെ എന്തായിപ്പോയി, ഈ കോസ് ടേം 1 ആയിപ്പോയി. ദെൻ മൈനസ് ഓർ പ്ലസ് സൈനിന്റെ ടേം എന്തായി, ഒമേഗ ഡി ബൈ 2c കോസ് തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ഒമേഗ ഡി ബൈ 2c കോസ് തീറ്റ. ദെൻ ഈ സൈൻ ഒമേഗ ടി മൈനസ് ആർ ബൈ സി അങ്ങനെ തന്നെ എഴുതി. ദെൻ ആ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 6 എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷൻ നമ്പർ 6ഉം 4ഉം നമുക്ക് 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 6 ഏതാ, ദേ ഇത്. ഇക്വേഷൻ നമ്പർ 4 ഏതാ, ദേ ഈ 1/r പ്ലസ് ഓർ മൈനസിന്റെ കിട്ടിയേക്കുന്ന ഇക്വേഷൻ ആണ് 4 എന്ന് പറയുന്നത്. ഇക്വേഷൻ നമ്പർ 2v കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇക്വേഷൻ നമ്പർ 2 ഏതാ, വി ഓഫ് ആർ ടി എന്ന് പറയുന്നതാണ് ഇക്വേഷൻ നമ്പർ 2. ദെൻ ഈ 6ഉം 4ഉം ഇക്വേഷൻ നമ്പർ 2വിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും, വി ഓഫ് ആർ തീറ്റ ടി. അതായത് നമുക്ക് ഇവിടെ ഒരു കോസ് തീറ്റ എന്നാണ്, ഒരു തീറ്റയുടെ ടേമിലും കൂടിയാണ് ഈ ഇക്വേഷൻ വന്നിരിക്കുന്നത്. ദെയർഫോർ നമുക്ക് വി ഓഫ് ആർ തീറ്റ ടി എന്ന് എഴുതാം. വി ഓഫ് ആർ തീറ്റ ടി ഈസ് ഈക്വൽ ടു ഈ 4ഉം 6ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, P0 കോസ് തീറ്റ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ഇൻറ്റു 1 ഇൻറ്റു മൈനസ് ഒമേഗ ബൈ സി സൈൻ ഒമേഗ ടി മൈനസ് ആർ ബൈ സി പ്ലസ് 1/r കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി എന്ന് കിട്ടും. ആ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ 7 എന്ന് എടുക്കാം. ഇനി തേർഡ് അപ്രോക്സിമേഷൻ എന്താ പറയുന്നത്, തേർഡ് അപ്രോക്സിമേഷനിൽ പറയുന്നത് r c ബൈ ഒമേഗനേക്കാളും വളരെ വലിയ വാല്യൂ ആയിരിക്കും എന്നാണ്. r വളരെ വലിയ വാല്യൂ ആണെങ്കിൽ 1/r എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും. Therefore ഈ ടേമിൽ നമുക്കൊരു 1/r ടേം ഉണ്ട്. അപ്പൊ 1/r എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൊത്തം ടേമിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയാം. Therefore വി ഓഫ് ആർ തീറ്റ ടി എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും, P0 കോസ് തീറ്റ ബൈ 4 പൈ എപ്സിലോൺ 0. ഈ സെക്കൻഡ് ടേം മൊത്തം പോയി കഴിയുമ്പോൾ ബാലൻസ് എന്ത് മാത്രമേ ഉള്ളൂ, ഈ ടേം മാത്രമേ ഉള്ളൂ. അതങ്ങനെ തന്നെ എടുക്കുന്നത്. മൈനസ് ഒമേഗ ബൈ സി സൈൻ ഒമേഗ ടി മൈനസ് ആർ ബൈ സി. ഇനി ഈ ഇക്വേഷനെ ജസ്റ്റ് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് ഈ മൈനസ് ഒമേഗ ബൈ സിനെ പുറത്തേക്ക് എടുക്കാം ആൻഡ് കോസ് തീറ്റ ബൈ ആറിനെ ഒറ്റ ടേം ആക്കി എഴുതാം. ദെൻ വി ഓഫ് ആർ തീറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് P0 ഒമേഗ ബൈ 4 പൈ എപ്സിലോൺ 0 സി ഇൻറ്റു കോസ് തീറ്റ ബൈ ആർ സൈൻ ഒമേഗ ടി മൈനസ് ആർ ബൈ സി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സ്കെയിലാർ പൊട്ടൻഷ്യൽ വി ഓഫ് ആർ തീറ്റ ടി കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, വെക്ടർ പൊട്ടൻഷ്യൽ എ ഓഫ് ആർ ടി ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. വെക്ടർ പൊട്ടൻഷ്യൽ എ ഓഫ് ആർ ടി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എ ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു μ0 ബൈ 4 പൈ ഇന്റഗ്രൽ ജെ ഓഫ് ആർ കോമ ടി ആർ ഡിവൈഡഡ് ബൈ ആർ ഡി ടോ. ഇവിടെ ജെ എന്ന് പറയുന്നത് വോളിയം ഡെൻസിറ്റി ആണ്, ഡി ടോ എന്ന് പറയുന്നത് വോളിയം എലമെന്റ് ആണ്. ഈ ഇന്റഗ്രൽ ജെ ഡി ടോവിനെ നമ്മൾ ഐ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. Therefore ഇക്വേഷൻ എന്ത് വരും, എ ഓഫ് ആർ യുടെ ഇക്വേഷൻ
μ0/4π ഇന്റഗ്രൽ ജെ ഡി ടോ ഐ ആയിട്ട് എടുക്കുകയാണ്. ദെൻ ഇന്റഗ്രൽ ഐ ഇവിടുത്തെ ആർ കോമ ടി ആറിനെ നമ്മൾ റിട്ടാർഡിങ് ടൈമിന്റെ ടേംസിൽ എഴുതുകയാണ്. ദെൻ അതെന്ത് വരും? ടി മൈനസ് ആർ ബൈ സി ഡിവൈഡഡ് ബൈ ആർ എലോങ് ഇസഡ് ഡയറക്ഷൻ ആണ്. ദെൻ സെഡ് ക്യാപ് ഇൻറ്റു ഡി സെഡ് എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 8 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി നമുക്ക് ഈ ഇരിക്കുന്ന ആറിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഐ ആക്കി ഐയുടെ ടേംസിലാക്കി എഴുതണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐനെ എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് എഴുതാമല്ലോ. അപ്പൊ ഡി ക്യൂ ബൈ ഡി ടി ഇൻറ്റു നമ്മൾ ഏത് ഡയറക്ഷൻ എടുക്കുന്നത്? എലോങ് സെഡ് അല്ലേ, ഇൻറ്റു സെഡ് ക്യാപ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ക്യൂ എന്താ? നമ്മൾ ആദ്യം ചാർജ് പറഞ്ഞിരുന്നു Q0 cos ഒമേഗ ടി. അത് നമ്മൾ ഈ ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഇൻറ്റു സെഡ് ക്യാപ്. അപ്പോൾ ഈ Q0 cos ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് Q0 ഒമേഗ സൈൻ ഒമേഗ ടി സെഡ് ക്യാപ് എന്ന് കിട്ടും. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 9 ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞു ആറിനെ ഇൻ ടേംസ് ഓഫ് ഐ ആയിട്ട് എഴുതണമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിസ്റ്റൻസ് ഡിയിൽ ഒരു സ്മോൾ എലമെന്റ് ഡി ഇസഡ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ആ ഡി ഇസഡിൽ നിന്ന് പിയിലോട്ടുള്ള പോയിന്റിനെ ഞാൻ സ്മോൾ ആർ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ദെൻ ചേഞ്ച് ഈ ആറുള്ള ഇക്വേഷനിൽ ഈ ആറുള്ള സ്ഥലത്തെല്ലാം ഞാനിനി ഈ സ്മോൾ ആറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഇക്വേഷൻ 8 എന്ത് കിട്ടും? എ ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു μ0/4π ഇന്റഗ്രൽ ലിമിറ്റ് മൈനസ് ഡി ബൈ ടു ടു പ്ലസ് ഡി ബൈ ടു ഐ ഓഫ് ടി മൈനസ് ആർ എന്നുള്ള സ്ഥലത്തൊക്കെ നമ്മൾ സ്മോൾ ആർ ഇട്ട് കൊടുക്കുകയാണ്. ആർ ബൈ സി ഡിവൈഡഡ് ബൈ ആർ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലിമിറ്റ് മൈനസ് ഡി ബൈ ടു ടു പ്ലസ് ഡി ബൈ ടു എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഡിസ്റ്റൻസ് ടോട്ടൽ ഡി ആണ്. അപ്പൊ ഡീനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ബൈ ടു മൈനസ് ഡി ബൈ ടു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡീന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡീനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് മൈനസ് ഡി ബൈ ടു ടു പ്ലസ് ഡി ബൈ ടു എന്ന് എഴുതാമല്ലോ. ദെൻ ഈ ഇക്വേഷൻ നമ്പർ 10 നമുക്ക് ഐയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഐ ഓഫ് ടി മൈനസ് Q0 ഒമേഗ സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാം. ദെൻ ഇക്വേഷൻ 10 ഈ ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. എ ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു μ0/4π ഇന്റഗ്രൽ മൈനസ് ഡി ബൈ ടു ടു പ്ലസ് ഡി ബൈ ടു. ഐയുടെ വാല്യൂ എന്താ? മൈനസ് Q0 ഒമേഗ സൈൻ ഒമേഗ ടി എന്താ ഇവിടെ കിടക്കുന്നത്? ഐ ഓഫ് ടി അല്ലേ. ഇപ്പൊ ഇവിടെ ഐ ഓഫ് ടിക്ക് ടി എന്താ കിടക്കുന്നത്? ടി മൈനസ് ആർ ബൈ സി. അപ്പോൾ ടിക്ക് ടി മൈനസ് ആർ ബൈ സി ഇൻറ്റു ഒമേഗ ബൈ ആർ എലോങ് സെഡ് ആക്സിസ് ആണ്, സെഡ് ഡയറക്ഷൻ ആണ്. അപ്പൊ സെഡ് ക്യാപ് ഇൻറ്റു ഡി സെഡ്. ഇവിടെ മൈനസ് Q0 സൈൻ ഒമേഗ ടി മൈനസ് ആർ ബൈ സി ബൈ ആർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ എ ഓഫ് ആർ ടി ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് μ0/4π Q0 ഒമേഗ സൈൻ ടി മൈനസ് ആർ ബൈ സി ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. ഇന്റഗ്രൽ നമുക്ക് ഇനി ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്താ ഉള്ളത്? ഡി സെഡ് ആണ് ഉള്ളത്. ഇന്റഗ്രൽ ഡി സെഡ് ഫ്രം മൈനസ് ഡി ബൈ ടു ടു ഡി ബൈ ടു. ഇന്റഗ്രൽ ഡി സെഡ് എന്താ? സെഡ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് ഡി എന്ന് തന്നെ കിട്ടും. ദെൻ ഡി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്ത് വരും? എ ഓഫ് ആർ ടി എന്ന് പറയുന്നത് മൈനസ് μ0/4π Q0 ഒമേഗ സൈൻ ടി മൈനസ് ആർ ബൈ സി ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ഡി എന്ന് കിട്ടും. നമ്മൾ ആദ്യം ഡൈപോൾ മൊമെന്റ് എഴുതിയപ്പോൾ പറഞ്ഞിരുന്നു വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ Q0 ഡി എന്നുള്ളത് എന്തായിട്ടാണ്? P0 ആയിട്ട് നമ്മൾ ആദ്യം എഴുതിയിരുന്നു. ആ P0നെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ എ ഓഫ് ആർ ടി ഇക്വേഷൻ എന്ത് വരും? മൈനസ് μ0 P0 ഒമേഗ ബൈ 4π ആർ സൈൻ ഒമേഗ ടി മൈനസ് ആർ ബൈ സി ഇൻറ്റു സെഡ് ക്യാപ് എന്ന് വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സ്മോൾ ആറിനെ എഗെയിൻ പഴയ ആറായിട്ട് തന്നെയാണ് എഴുതിയേക്കുന്നത്. ബിക്കോസ് ലെങ്ത് ഓഫ് ദ ഡൈപോള് വളരെ ചെറുതായതുകൊണ്ട് ആർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. നമ്മൾ നോക്കിയാല് നമുക്ക് സ്കെയിലാർ പൊട്ടൻഷ്യലും കിട്ടിയിട്ടുണ്ട്, വെക്ടർ പൊട്ടൻഷ്യലും കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഈ സ്കെയിലാർ പൊട്ടൻഷ്യലും വെക്ടർ പൊട്ടൻഷ്യലും അതായത് വി ഓഫ് ആർ ടിയും എ ഓഫ് ആർ ടിയും കണ്ടുപിടിച്ചത്? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്
ഇയും ബിയും കണ്ടുപിടിക്കാനാണ്. വേർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് എ ആണ്. സോ ഇ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സ്കെയിലാർ പൊട്ടൻഷ്യൽ വി ഓഫ് ആർ ടിയും വേണം, വെക്ടർ പൊട്ടൻഷ്യൽ എ ഓഫ് ആർ ടിയും വേണം. ബി കണ്ടുപിടിക്കാനും നമുക്ക് എന്താ ആവശ്യമാണ്? ഈ എ ആവശ്യമാണ്. നമ്മൾ ഈ ഇയും ബിയും കണ്ടുപിടിക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ എയിം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻ കാരണം ഒരു പോയിന്റ് പിയിൽ ഉണ്ടാവുന്ന പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പവർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പോയിന്റിംഗ് വെക്ടർ എസ് വേണം. എസിന്റെ ഇക്വേഷൻ എന്താ? 1/μ0 ഇ ക്രോസ് ബി ആണ്. അപ്പൊ അതിൽ നമുക്ക് ഇയും ബിയും വേണം. ഈ ഇയും ബിയും വേണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇയും ബിന്റെ ഇക്വേഷൻ എന്താ? മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി. ബിയുടെ ഇക്വേഷൻ എന്താ? ഡെൽ ക്രോസ് എ. അപ്പൊ ഇയും ബിയും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിയും എയും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വി ഓഫ് ആർ ടിയും എ ഓഫ് ആർ ടിയും കണ്ടുപിടിച്ചത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ വി ഓഫ് ആർ ടിയും ഉണ്ട്, എ ഓഫ് ആർ ടിയും ഉണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇയും ബിയും കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇ കണ്ടുപിടിക്കാം. ഫോർ ഇ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഡെൽ വി ഇസ് ഈക്വൽ ടു, അത് നമുക്ക് ഡെൽ വി കണ്ടുപിടിക്കാം, ഡോ വി ബൈ ഡോ ആർ ആർ ക്യാപ് പ്ലസ് 1/r ഡോ വി ബൈ ഡോ തീറ്റ തീറ്റ ക്യാപ്. ഇവിടെ നമ്മൾ ഇയും ബിയും കണ്ടുപിടിക്കുന്നത് ഇൻ ടേംസ് ഓഫ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആണ്, ആർ തീറ്റ ഫൈ. അതുകൊണ്ടാണ് നമുക്കിവിടെ ആർ ക്യാപ് തീറ്റ ക്യാപ് ഈ ഒരു ഫോമിൽ വന്നിരിക്കുന്നത്. നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിന്റെ ടേംസിലാണ് ഇയും ബിയും കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡെൽ വി എന്ന് പറയുന്നത് നമുക്ക് പി നോട്ട് ഒമേഗ സ്ക്വയർ ബൈ 4πε0 സി സ്ക്വയർ കോസ് തീറ്റ ബൈ ആർ കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി ആർ ക്യാപ് എന്ന് കിട്ടും. ഡോ എ ബൈ ഡോ ടി നമുക്ക് എന്ത് കിട്ടും? ഡോ എ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് μ0 p0 ഒമേഗ സ്ക്വയർ ബൈ 4πr എന്ന് കിട്ടും ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി കോസ് തീറ്റ ആർ ക്യാപ് മൈനസ് സൈൻ തീറ്റ തീറ്റ ക്യാപ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡെൽ വിയും കിട്ടി, ഡോ എ ബൈ ഡോ ടിയും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇ കണ്ടുപിടിച്ചൂടെ? ഇ എന്ന് പറയുന്നത് എന്താ? മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതിന്റെ ഫൈനൽ ആൻസർ ആണ് ഞാൻ എഴുതിയേക്കുന്നത്. മൈനസ് μ0 p0 ഒമേഗ സ്ക്വയർ ബൈ 4π ഇൻറ്റു സൈൻ തീറ്റ ബൈ ആർ കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി തീറ്റ ക്യാപ്. ഇനി നമുക്ക് ബി എന്ന് പറയുന്നത് എന്താ? ഡെൽ ക്രോസ് എ ആണെന്നാണ് നമുക്കറിയാം. ഡെൽ ക്രോസ് എ നമുക്ക് കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ ആണ് 1/r ഡോ ബൈ ഡോ ആർ ഓഫ് ആർ എ തീറ്റ മൈനസ് ഡോ എ ആർ ബൈ ഡോ തീറ്റ ഫൈ ക്യാപ്. ദെൻ അതിന്റെ ഫൈനൽ ആൻസർ ആണ് ഞാൻ എഴുതിയേക്കുന്നത്. ഫൈനൽ ആൻസർ നമുക്ക് മൈനസ് μ0 p0 ഒമേഗ ബൈ 4πr ഒമേഗ ബൈ സി സൈൻ തീറ്റ കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി പ്ലസ് സൈൻ തീറ്റ ബൈ ആർ സൈൻ ഒമേഗ ടി മൈനസ് ആർ ബൈ സി ഫൈ എന്ന് കിട്ടും. ദെൻ നമ്മൾ പറഞ്ഞു ഇയും ബിയും നമ്മൾ ഇൻ ടേംസ് ഓഫ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. സോ തീറ്റ വേരീസ് ഫ്രം 0 to π ആൻഡ് ഫൈ വേരീസ് ഫ്രം 0 to 2π. നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇനി അപ്രോക്സിമേഷൻ 3 വെച്ചിട്ട് നമുക്ക് ഈ ഡെൽ ക്രോസ് എയിലെ സെക്കൻഡ് ടേമിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ദെൻ ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ നമുക്ക് എന്ത് വരും? മൈനസ് μ0 p0 ഒമേഗ സ്ക്വയർ ബൈ 4π സി സൈൻ തീറ്റ ബൈ ആർ കോസ് ഒമേഗ ടി മൈനസ് ആർ ബൈ സി പൈ ക്യാപ് എന്ന് കിട്ടും. നൗ നമുക്കിപ്പോ ഇക്വേഷൻ ഇന്റെയും കിട്ടി, ബിന്റെയും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പോയിന്റിംഗ് വെക്ടർ എസ് കണ്ടുപിടിക്കാമല്ലോ. പോയിന്റിംഗ് വെക്ടർ എസ് എന്ന് പറയുന്നത് എന്താ? 1/μ0 ഇ ക്രോസ് ബി ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇ ക്രോസ് ബി ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഫൈനൽ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. μ0 ബൈ സി പി നോട്ട് ഒമേഗ സ്ക്വയർ ബൈ 4π സൈൻ തീറ്റ ബൈ ആർ
cos omega t minus r by c the whole square r cap എന്ന് കിട്ടും. ഇനി ഈ എസിനെ നമുക്ക് ഇന്റൻസിറ്റിയുടെ ടേമിലും പറയാം. therefore the average of intensity S നമുക്ക് കിട്ടുന്നത് തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ്. ഇനി നമുക്ക് പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഉള്ള ആ സെഡ് ആക്സിസിനെ നമുക്ക് ആക്സിയൽ ലൈൻ എന്ന് വിളിക്കാം. ആൻഡ് ആക്സിയൽ ലൈനിൽ റേഡിയേറ്റഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ആവറേജ് ഓഫ് എസ് 0 ആകും. ബിക്കോസ് തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി റേഡിയേറ്റഡ് ഇന്റൻസിറ്റി മാക്സിമം ആവുന്നത് എപ്പോഴാ? ആവറേജ് വാല്യൂ മാക്സിമം ആവണമെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് ആക്സിയൽ ലൈനിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിലാണ് ആവറേജ് ഓഫ് എസ് മാക്സിമം ആവുന്നത്. അപ്പോഴാണ് തീറ്റ 90 ഡിഗ്രി ആവുന്നത്. therefore നമ്മൾ പറഞ്ഞു ആക്സിയൽ ലൈനിൽ 0യും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൽ 90 ഡിഗ്രിയിൽ വരുമ്പോൾ എസിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. സോ നമുക്ക് കിട്ടാൻ പോകുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഡോണറ്റിന്റെ ഷേപ്പ് ആയിരിക്കും. എന്ത്? ഈ റേഡിയേറ്റഡ് ഇന്റൻസിറ്റിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഡോണറ്റിന്റെ ഷേപ്പ് ആയിരിക്കും. അതെ, ഏകദേശം ഇതുപോലെ ഇരിക്കും. അതായത് സെന്ററിലോട്ട് വരുമ്പോൾ ഇന്റൻസിറ്റി, അതായത് ആക്സിയൽ ലൈനിലല്ലേ, ആക്സിയൽ ലൈനിൽ ഇന്റൻസിറ്റി എന്തായിരിക്കും? തീറ്റ 0 ആയതുകൊണ്ട് തന്നെ എസ് വാല്യൂ 0 ആകും. ഇനി 90 ഡിഗ്രി വരുമ്പോഴത്തേക്കും, അതായത് ആക്സിയൽ ലൈനിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൽ ഇങ്ങോട്ടേക്ക് വരും തോറും ഈ ബൾജ്ഡ് പോർഷൻസ് കണ്ടോ, ഈ ബൾജ്ഡ് പോർഷൻസ് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രിയിലാണ്. സോ ഇന്റൻസിറ്റി എസ് ഇന്റൻസിറ്റി എന്തായിരിക്കും? മാക്സിമം കിട്ടുന്നത് ഈ ഒരു പോർഷൻസിലായിരിക്കും. സോ ഇതെന്താണ്? ഒരു ഡോണറ്റിന്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇനി ആവറേജ് വാല്യൂ ഓഫ് പോയിന്റിംഗ് വെക്ടർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഈ എസ് വാല്യൂവിനെ നമുക്കൊന്ന് എങ്ങനെ റീഅറേഞ്ച് ചെയ്തിടാം? μ0/c ഇൻറ്റു ഇവിടെ നമുക്ക് ഈ ടേം എന്ന് പറയുന്നത് ഹോൾ സ്ക്വയർ ആണ്. ഈ സ്ക്വയറിനെ അകത്തേക്ക് എടുക്കാമല്ലോ. അകത്തേക്ക് എടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? μ0/c p0 സ്ക്വയർ ഒമേഗ റൈസ് ടു 4/16 പൈ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി മൈനസ് ആർ ബൈ സി എന്ന് എഴുതാം. ഇനി ആവറേജ് വാല്യൂ ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1/2 ആണ്. ദെൻ ഇക്വേഷൻ എന്ത് വരും? μ0/c p0 സ്ക്വയർ ഒമേഗ റൈസ് ടു 4/16 പൈ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ 1/2 ആർ ക്യാപ്പ് എന്ന് എഴുതാം. ഇനി ഇവിടെ ഒരു 16 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആവറേജ് വാല്യൂ ഓഫ് എസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? μ0p0 സ്ക്വയർ ഒമേഗ റൈസ് ടു 4/32 പൈ സ്ക്വയർ സി സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്പ് എന്ന് എഴുതാം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? പോയിന്റിംഗ് വെക്ടർ കിട്ടി. പോയിന്റിംഗ് വെക്ടറിന്റെ ആവറേജ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പവർ കണ്ടുപിടിക്കാമല്ലോ. പവർ കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിനെ കൺസിഡർ ചെയ്യാണ്. ആ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലുള്ള ഒരു സ്പിയറിനെ കൺസിഡർ ചെയ്യാം. ആ സ്പിയറിലെ ഒരു സ്മോൾ എലമെന്റ് ഡി എ, ആ ഡി എനെ കൊണ്ട് ആവറേജ് വാല്യൂ ഓഫ് എസിനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യിപ്പിച്ച് കിട്ടുന്ന ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടും. അതായത് നമ്മൾ ആ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലുള്ള ഒരു സ്പിയറിനെ കൺസിഡർ ചെയ്യാണ്. അതിന്റെ ഒരു സ്മോൾ എലമെന്റ് ഡി എ എടുക്കുകയാണ്. നമുക്കിവിടെ ആവറേജ് വാല്യൂ ഓഫ് എസ് കിട്ടിയിട്ടുണ്ട്. ഈ ആവറേജ് വാല്യൂ ഓഫ് എസിനെയും ഈ സ്മോൾ എലമെന്റ് ഡി എനെയും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യിപ്പിക്കുക. ആ കിട്ടുന്നതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പവർ കിട്ടും. therefore in spherical polar coordinates ഡി എയുടെ എലമെന്റ് എന്താണ്? ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്നാണ്. therefore അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇന്റഗ്രൽ
ആവറേജ് വാല്യൂ ഓഫ് എസ് ഇൻറ്റു ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്ന് എഴുതാം. ഇനി ആവറേജ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ? ആവറേജ് വാല്യൂ എന്താ? മ്യൂ 0 P0 സ്ക്വയർ ഒമേഗ റൈസ് ടു 4/32 പൈ സ്ക്വയർ സി സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്പ്. ഇത് നമുക്ക് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇക്വേഷൻ എന്ത് വരും? ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ മ്യൂ 0 P0 സ്ക്വയർ ഒമേഗ റൈസ് ടു 4/32 പൈ സ്ക്വയർ സി സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റയും ഉണ്ട്, ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, കമ്പൈൻ ചെയ്ത് എഴുതാം. ദെൻ ഇക്വേഷൻ ബിക്കംസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ മ്യൂ 0 P0 സ്ക്വയർ ഒമേഗ റൈസ് ടു 4/32 പൈ സ്ക്വയർ സി സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഇനി ഇത്രയും ഭാഗം കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുക്കാം. Then the equation becomes µ0 P0 square omega raised to 4/32 pi square c. Integral. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫൈ വേരീസ് ഫ്രം എവിടെ തുടങ്ങി എവിടെ വരെ 0 to പൈ. ഇയും ബിയും കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു തീറ്റ വേരി ചെയ്യുന്നത് 0 to പൈയും ഫൈ വേരി ചെയ്യുന്നത് 0 to 2 പൈയും ആണെന്ന്. ദെൻ ആ ലിമിറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. ദെൻ ഇന്റഗ്രൽ സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റ എവിടെ മുതൽ എവിടെ വരെ 0 to പൈ വരെ. ദെൻ ഡി ഫൈയുടെയോ ഇന്റഗ്രൽ 0 to 2 പൈയും വരെ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇന്റഗ്രൽ 0 to പൈ സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4/3 എന്ന് കിട്ടും. ആ 4/3നെ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ഇന്റഗ്രൽ ഡി ഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2 പൈ എന്നും കിട്ടും. അതിനെ കൊണ്ടേ നമുക്ക് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ എന്ത് വരും? പവർ ഈസ് ഈക്വൽ ടു µ0 P0 സ്ക്വയർ ഒമേഗ റൈസ് ടു 4/32 പൈ സ്ക്വയർ സി ഇൻറ്റു 4/3 ഇൻറ്റു 2 പൈ എന്ന് കിട്ടും. നമ്മൾ ക്യാൻസൽ ഒക്കെ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ P ഈസ് ഈക്വൽ ടു നമുക്ക് µ0 P0 സ്ക്വയർ ഒമേഗ റൈസ് ടു 12 പൈ സി എന്ന് കിട്ടും. നമ്മുടെ എയിം എന്തായിരുന്നു? പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻ കൊണ്ടുണ്ടാവുന്ന പോയിന്റ് പിയിലെ പവർ കണ്ടുപിടിക്കുക എന്നാണ്. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ചാർജ് പ്ലസ് ക്യൂ മൈനസ് ക്യൂ ചാർജ് എഴുതി. ദെൻ വി ഓഫ് ആർ ടി കണ്ടുപിടിച്ചു. അതെന്താ? റിട്ടാർഡ് പൊട്ടൻഷ്യലിൽ സ്കെയിലാർ പൊട്ടൻഷ്യലുണ്ട്, വെക്ടർ പൊട്ടൻഷ്യലുണ്ട്. അതിലെ വെക്ടർ പൊട്ടൻഷ്യലാണ് സ്കെയിലാർ പൊട്ടൻഷ്യലാണ് വി ഓഫ് ആർ ടി എന്ന് പറയുന്നത്. സോ വി ഓഫ് ആർ ടി നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ആർ പ്ലസും ആർ മൈനസിന്റെയും ഇക്വേഷൻ കണ്ടുപിടിച്ചു. ദെൻ 3 അപ്രോക്സിമേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് അപ്രോക്സിമേഷൻ ആണ് ഡി ആറിനേക്കാളും ചെറുതായാല് ആർ പ്ലസ് ഓർ മൈനസിന്റെ ഇക്വേഷൻ എങ്ങനെ വരും എന്നുള്ളത്. ദെൻ അത് നമ്മൾ നോക്കി. ദെൻ വി ഓഫ് ആർ ടി കണ്ടുപിടിച്ചു. വി ഓഫ് ആർ ടി നമ്മൾ എന്ത് ചെയ്തു? പോസിറ്റീവ് ചാർജിലുള്ള ഒമേഗയുടെ ടേമിനെ ആദ്യം കണ്ടുപിടിച്ചു. ദെൻ നെഗറ്റീവ് ചാർജിലുള്ള ഒമേഗയുടെ ടേമിനെ കണ്ടുപിടിച്ചു. അതിന് രണ്ടും നമ്മൾ കോമൺ ആയിട്ട് കമ്പൈൻ ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അപ്രോക്സിമേഷൻ 2 നോക്കിയത്. അപ്രോക്സിമേഷൻ 2ൽ എന്താ പറയുന്നത്? ഡി സി ബൈ ഒമേഗനേക്കാളും വളരെ ചെറുതാണെന്ന്. എന്ന് വെച്ചാൽ ഈ സി ബൈ ഒമേഗയെ നമുക്ക് അപ്പുറത്തേക്ക് എടുത്താൽ, ഡിയുടെ സൈഡിലോട്ട് എടുത്താൽ ഡി ഒമേഗ ബൈ സി 1നേക്കാളും വളരെ ചെറുതാണ്. സോ ഇവിടെ വരുന്ന ഡി ഒമേഗ ബൈ സി ടേംസിനെ നമ്മൾ കണ്ടീഷനൊക്കെ കൊടുത്ത് ഇക്വേഷൻ 5നെ നമ്മൾ 6 ആയിട്ട് റീറൈറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ 4ഉം 6ഉം കൊണ്ട് വി ഓഫ് ആർ ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ഇക്വേഷൻ 7 കിട്ടി. ഇനി ഈ ഇക്വേഷൻ 7 വെച്ചിട്ടാണ് നമ്മൾ തേർഡ് അപ്രോക്സിമേഷൻ നോക്കിയത്.
തേർഡ് അപ്രോക്സിമേഷൻ എന്താ, ആർ സി ബൈ ഒമേനേക്കാളും വലുതാണല്ലോ. അപ്പൊ ആറ് വലിയ ടേം ആണെങ്കിൽ അതിന്റെ 1/r എടുക്കുമ്പോൾ വാല്യൂ എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും കിട്ടുന്നത്. Therefore, ഇക്വേഷൻ 7 എങ്ങനെ എഴുതി നമുക്ക്, പി ഓഫ് ആർ ടി ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ കിട്ടി. അപ്പൊ നമുക്ക് സ്കെയിലാർ പൊട്ടൻഷ്യൽ കിട്ടി. ഇനി നമുക്ക് എ ഓഫ് ആർ ടി വെക്ടർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ μ0 ഇന്റഗ്രൽ ജെ ഓഫ് ആർ കോമ ടി ആർ ഡി ടോ ബൈ ആർ കൺസിഡർ ചെയ്തു. ദെൻ ഐ ഇന്റഗ്രൽ ജെ ഡി ടോയിന് ഐ ആയിട്ട് എടുത്തു. ദെൻ ഐക്ക് മൈനസ് Q0 ഒമേഗ സൈൻ ഒമേഗ ടി സെറ്റ് ക്യാപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എ ഓഫ് ആർ ടി എന്ന് പറയുന്നത് ഫൈനലി നമുക്ക് ഈ ഇക്വേഷൻ ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് വി ഓഫ് ആർ ടിയും കിട്ടി, എ ഓഫ് ആർ ടിയും കിട്ടി. ദെൻ വി ഓഫ് ആർ ടിയും എ ഓഫ് ആർ ടിയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇയും ബിയും കണ്ടുപിടിച്ചു. എന്തിനാ ഇയും ബിയും കണ്ടുപിടിക്കുന്നത്, നമുക്ക് ഒരു പോയിന്റിലുള്ള പവറാണ് കണ്ടുപിടിക്കേണ്ടത്. പവർ വേണമെങ്കിൽ പോയിന്റിംഗ് വെക്ടർ കണ്ടുപിടിക്കണം. പോയിന്റിംഗ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഇയും ബിയും വേണം. ആ ഇയും ബിയും കണ്ടുപിടിക്കാനായിട്ടാണ് വി ഓഫ് ആർ ടിയും എ ഓഫ് ആർ ടിയും നമ്മൾ കണ്ടുപിടിച്ചത്. സോ ഈ വിയും എയും വെച്ചിട്ട് നമ്മൾ ഇക്ക് ഒരു ഇക്വേഷനും കണ്ടുപിടിച്ചു, ബിക്ക് ഒരു ഇക്വേഷനും കണ്ടുപിടിച്ചു. ദെൻ കണ്ടുപിടിച്ച ഇയും ബിയുടെയും ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പോയിന്റിംഗ് വെക്ടർ എസ് കണ്ടുപിടിച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്, എസിന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചു. ആവറേജ് വാല്യൂ നമുക്ക് എന്ത് കിട്ടി, μ0 P0 സ്ക്വയർ ഒമേഗ റൈസ് ടു 4 ബൈ 32 പൈ സ്ക്വയർ സി സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ് എന്ന് കിട്ടി. ദെൻ നമ്മൾ ആവറേജ് വാല്യൂ ഓഫ് എസ് വെച്ചിട്ട് പവർ കണ്ടുപിടിച്ചു. ഒരു സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റില് ഒരു സ്പിയർ കൺസിഡർ ചെയ്തു. അതിലൊരു സ്മോൾ എലമെന്റ് ഡി എ എടുത്തു. ഡിനെ നമുക്ക് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈവ് എന്ന് എഴുതാം. ദെൻ എസിന്റെയും ഡിന്റെയും ആവറേജ് വാല്യൂ ഓഫ് എസിന്റെയും ഡിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പവർ പി കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു μ0 P0 സ്ക്വയർ ഒമേഗ റൈസ് ടു 4 ബൈ 12 പൈ സി. നമ്മുടെ എയിം പവർ ആയിരുന്നു, അത് നമ്മൾ കണ്ടുപിടിച്ചു.